ഒന്നാമത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം നബി തങ്ങളുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ്. എന്തേ കാരണം? ഒരു യുദ്ധത്തിന് പോയി എല്ലാവരും മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്ത് ഒരു പ്രദേശത്ത് താമസിച്ചു. നേരം വെളുത്തു നോക്കിയപ്പോൾ അധികം ആളുകൾക്കും ജനാബത്തുണ്ടായിട്ടുണ്ട്. കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ തന്നെയും ഇല്ല. അവർ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു, നബിയേ വെള്ളമില്ലല്ലോ, ഞങ്ങളെല്ലാവരും ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പാത്രം കൊണ്ടുവരീ എന്ന് പറഞ്ഞ് അതിൽ കൈ ഇങ്ങനെ വെച്ചു. കൈയിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ വെള്ളം വന്നു. തവക്കുലാണ്, അള്ളാഹിനെ ഏൽപ്പിച്ചത്, അതുകൊണ്ടാണ് വന്നത്. രണ്ടാമത്തേത് സംസമാണ്, തവക്കുലാണ്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ എന്ന പഴയകാലത്ത് അടിമയായിരുന്ന ഒരു സ്ത്രീ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ, പിന്നീട് സ്വതന്ത്രയായിട്ടുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയായ ഹാജറ ബീവി തൻ്റെ കൽബിനെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയും തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരിറ്റ് വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അള്ളാഹു നൽകിയതാണ് രണ്ടാമത്തെ സംസം വെള്ളം. മൂന്നാമത്തെ വെള്ളം പറഞ്ഞത് മിസ്റിലെ നൈൽ നദിയിലെ വെള്ളമാണ്. ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂസ നബി അലൈഹി ഇസ്ലാമും അനുയായികളും പോകുന്നു. അവരിങ്ങനെ പോയി നൈലിൻ്റെ കരയിൽ ഇങ്ങനെ എത്തി. നൈലിൻ്റെ കരക്കിങ്ങനെ എത്തി. അപ്പോൾ അതിന് നേരം വെളുത്തു. ഫിറഔനും അനുയായികളും മൂസയും അനുയായികളും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞു. ഉടനെ കുതിരപ്പടയെ തയ്യാറാക്കി ബാക്കിൽ വിട്ടു. മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും മുന്നിൽ ഇങ്ങനെ എത്തിയപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കുതിരപ്പടയാളികൾ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഫിറഔനും അനുയായികളാണ്. ഒപ്പമുണ്ടായിരുന്ന ബനു ഇസ്രായേൽ പറഞ്ഞു, മൂസയെ പറ്റിച്ചല്ലോ, നമ്മൾ എന്താ കട്ടയച്ചു. അപ്പോൾ സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. സൂറത്തുൽ ഖസസിലുണ്ട്, സൂറത്തുൽ അംബിയായിലുണ്ട്, പലയിടത്തും ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന മഅയ റബ്ബി, ഇൻ്റെ ഒപ്പം ഇൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിക്കുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇനി ഇവിടുന്നാണ്ട് വഴിയില്ല, നൈൽ നദിയാണ്. സത്യത്തിൽ അവിടെ ഇനി വഴിയില്ല. ബാക്കിൽ ഫിറഔനും സംഘം എത്തിയിട്ടുണ്ട്, മുന്നിൽ നൈൽ നദിയുമാണ്, ഇനിയൊരു വഴിയുമില്ല. എന്താ കേട്ടാ? മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിക്കുമെന്ന് പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അടിച്ചു. സമുദ്രം രണ്ട് പിളർപ്പായി മാറി നിന്നു. മൂസ നബി അലൈഹി ഇസ്ലാമും അനുയായികളും അതിലൂടെ രക്ഷപ്പെട്ടു. അവരങ്ങനെ അക്കരമ കയറിയപ്പോൾ വഴി കണ്ടിട്ട് ഫിറഔനും കൂട്ടരും ഇങ്ങനെ നിന്നു, എന്താ വേണ്ടത്. മൂസാ നബി അലൈഹി ഇസ്ലാം യാത്ര ചെയ്തിരുന്നത് ഒരു പെൺ കഴുതയുടെ പുറത്തായിരുന്നു. ഫിറഔൻ വരുന്നത് ഒരു ആൺകുതിരയുടെ പുറത്തുമാണ്. ഇറങ്ങണ്ടെന്നൊക്കെ കരുതിയിട്ട് മൂപ്പര് കുറെ വലിച്ചു നോക്കി. മുന്നിൽ പോണ പെണ്ണിനെ കണ്ടപ്പോൾ കുതിരണ്ട് ഇറങ്ങി. അങ്ങനെ നടുക്കൊക്കെ എത്തിയത്, വെറുതെ എത്തിയതല്ല. ഓൻ പിന്നാക്കം വലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുതിരക്ക് നിൽക്കാൻ പറ്റിയില്ല, കുതിരണ്ട് ഇറങ്ങി. ഇവരാണ് നടുക്കൊക്കെ എത്തിയപ്പോൾ തന്നെ മറ്റൊരു അക്കരമാണ് കയറിയിട്ടുണ്ട്. നൈലാണ് കൂടി ഒലയിലാണ് മുങ്ങി മരിച്ചു. ഇതുണ്ടായത് എന്തേ? തവക്കുലാണ്. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന് സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും രക്ഷപ്പെടുത്തി എന്നതാണ്. സംസം കഴിഞ്ഞാൽ മിസ്റിലെ നൈൽ നദിയിലെ വെള്ളത്തിനാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയാനുണ്ടായ കാരണം അതിൻ്റെ പിന്നിൽ തവക്കുലാണ് തന്നെ. ഇത് നമുക്കുണ്ടോ? നമ്മൾ രക്ഷപ്പെടും. അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? രക്ഷപ്പെടുമെന്നതാണ്. നമുക്ക് ദ്വാരക്കുമ്പോൾ വരെ അങ്ങനെ തോന്നണില്ല എന്നുള്ളതാണ്. ദ്വാരക്കുമ്പോൾ വരെ തോന്നണില്ല, കിട്ടുന്നു തോന്നണില്ല, കഴിച്ചിലാവുന്ന നമ്മൾ തോന്നണില്ല. പിന്നെ എങ്ങനെ കഴിച്ചിലാകാം? തന്നെ സംഗതി. അതുകൊണ്ട് ഏതെല്ലാം വിഷയങ്ങൾ ഒരു മനുഷ്യന് അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞോ രക്ഷപ്പെടാം. അതിനെന്ത് വേണമെന്നറിയോ? ഏൽപ്പിക്കാൻ കഴിയണമെങ്കിൽ ഹംദ് കൽബിൽ ഉറക്കണം. അൽഹംദുലില്ലയാണ് തവക്കുലിൻ്റെ ഏറ്റവും വലിയ വാക്ക്. അതിന് ഹൃദയത്തിൽ ഉറക്കണം. പെൺകുട്ടിക്ക് 21 വയസ്സായി, മോളെ കെട്ടിക്കാനായി, കല്യാണമൊന്നും ശരിയായിട്ടില്ല. ഉസ്താദേ നല്ലോണം ദ്വാരക്കണം കേട്ടോ, പെണ്ണിനൊരു കല്യാണം ശരിയാക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, ദ്വാരക്കാം. ദ്വാരക്കേണ്ട തന്നെയാണ്, ദ്വാരക്കും വേണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരു 21 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി 10:30 മണിക്ക്
എൻ്റെ പെണ്ണുങ്ങൾക്ക് പ്രസവ വേദന തുടങ്ങിയത് ഓർമ്മയുണ്ടോ? 21 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി 10:30 ഭാര്യക്ക് പ്രസവ വേദന തുടങ്ങിയപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചങ്ങാണ്ട് ആശുപത്രിയിൽ പോയിട്ട് പെണ്ണിനെ ലേബർ റൂമിലേക്കാണ് കൊണ്ടുപോയിട്ട് ഒരു വിവരമില്ലാതെ വന്നപ്പോൾ 11:30 മണിയായപ്പോൾ വാതിലും ഇങ്ങനെ ബെല്ലടിച്ചിട്ട് ചോദിച്ചില്ലേ മറിയമ്മുവിൻ്റെ വല്ല വർത്താനമുണ്ടോ? അപ്പം നഴ്സ് പറഞ്ഞു ഒന്നും പറയാനായിട്ടില്ല. 12:30 പിന്നെയും ചോദിച്ചു, 1:30 പിന്നെയും ചോദിച്ചു. യാസീൻ ഓതിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 1:45 നഴ്സ് പറഞ്ഞു ഡോക്ടർ വന്നിട്ടുണ്ട്, വേദന തുടങ്ങിയിട്ടുണ്ട്. 1:30 മണിയായപ്പോൾ 1:45 2 മണിയായപ്പോ നഴ്സ് വാതിലിനുള്ളിൽ കൂടെ തല ഇട്ടിട്ട് പറഞ്ഞു മറിയമ്മ പ്രസവിച്ചിരിക്കുന്നു, പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോ ഒരു മനസ്സറിഞ്ഞ അൽഹംദുലില്ലാ പറഞ്ഞിരുന്നുവെങ്കിൽ 18 കൊല്ലം കഴിയുമ്പോ രണ്ടാമത്തെ അൽഹംദുലില്ലാ പറയാനുള്ള അവസരം നിന്റെ റബ്ബ് ചോദിക്കാതെ തരുമായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ഹംദാണ് കൽബിൽ ഉറച്ചിട്ടില്ല. അതാണ് കാരണം. വളമ്പിത്തന്ന ചോറ് വേയിച്ച് തീരുന്നതിന്റെ മുന്നേ രണ്ടാമത് ഉമ്മാനോട് ചോറാണ് ചോദിച്ചാലേ ചൂലും പട്ടോണ്ട് അടിയാണ് കിട്ടും. അതാണ് ഈ കിട്ടുന്നത്. ആദ്യത്തെ അൽഹംദുലില്ലാ ചെല്ലട്ടെ, മറ്റത് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് വരും. ഹംദ് കൽബിൽ ഉറച്ചില്ല എന്നുള്ള പ്രശ്നം. നിഅമത്തുകൾ ഓർമ്മയില്ല, നിഖ്മത്തുകളെ നമ്മൾ ഓർക്കുന്നു. അരമണിക്കൂർ പല്ലുവേദനയുണ്ടാകുമ്പോഴേക്ക് പല്ലുവേദന ഇല്ലാതെ കടന്നുപോയ 23.5 മണിക്കൂറിനെ നമ്മൾ മറക്കും. അല്ലോ എപ്പാ നോക്കിയാലും പല്ലുവേദനയാണ് റബ്ബേ, എന്തിനാ എങ്ങനെ അടങ്ങാറാക്കണത് എന്ന്. അരമണിക്കൂറാണ്. പല്ലുവേദന ഇല്ലാത്ത 23.5 മണിക്കൂറാണ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഓർമ്മ ഉണ്ടാവില്ല. പല്ലുവേദന ഉള്ള അരമണിക്കൂറിനെ ഓർക്കലല്ല ഹംദ്. പല്ലുവേദന ഇല്ലാതെ കഴിഞ്ഞു പോയ 23.5 മണിക്കൂറിനെ ഓർക്കുന്നതിനാണ് ഹംദ് എന്ന് പറയാ. അതാണ് അൽഹംദുലില്ലാ. കിട്ടാത്തതിന് അൽഹംദുലില്ലാ, കിട്ടിയതിന്റെ ഹംദാണ് ചെല്ലണം. അപ്പൊ ബാക്കിയിട്ട് കിട്ടും. കിട്ടിയതിന്റെ ഹംദ് മുറക്കാൻ ചെല്ലണം. ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് കരഞ്ഞത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി ആകെ കരഞ്ഞത് 3 സമയത്ത് മാത്രമാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇല്ലേ പഠിച്ചോനെ, നിങ്ങളെ ചങ്ങായ മൂപ്പർ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആകെ കരഞ്ഞത് 3 സമയത്താണ്. ഇങ്ങനെ ഉറച്ചിരുന്നാൽ ഒരു പ്രശ്നം കിട്ടും, അടി കൂടെ ചെതല് കയറും. അതുകൊണ്ട് ഒന്ന് ഇളകിയിരിക്കണം, നല്ല സംഗതി ശരിയാവുള്ളൂ. ഒരു യാനബി അല്ലേ കണ്ട ഇരിക്കണോടത്ത് നിന്ന് ഇളകിക്കാണി എല്ലാവരും. യാനബി സലാം അലൈക്കും യാ റസൂൽ, ഇളകണം കേട്ടോ. യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. എനിക്ക് ലേശം കാഴ്ച കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇളകിയത് ഞാൻ കാണാറ്റേ ഇക്കാരം എന്ന് വിചാരിക്കുന്നു. കുറച്ചാൾക്കാരൊക്കെ ഇളകിയിട്ടുണ്ട്. അതിപ്പോൾ എന്താ ഓനോട് പറഞ്ഞു വെച്ചിട്ട് നമ്മളുടെ ഇളകാൻ എന്നാണ്, വേറെ ഒന്നല്ല. പിന്നെ അല്ലെ ചിലപ്പോൾ ഞാൻ കാണാറ്റേ ഇക്കാരം, എൻ്റെ കുഴപ്പമിക്കാരം കേട്ടോ. കുഴപ്പം എപ്പോഴും നമ്മളതാന്ന് വിചാരിക്കലാണ് ഏറ്റവും നല്ലത്. എന്തായാലും കുറേ ആൾക്കാർ ഇളകണേ ഞാൻ കണ്ടിട്ടില്ല, കുറച്ചാൾക്കാർ ഇളകണേ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇളകിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആരെ പറ്റി നമ്മൾ നല്ലത് വിചാരിക്കലാണല്ലോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പം കാലിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവും, അപ്പോൾ ഇളകാൻ പറ്റാറ്റേ ഇക്കാരം. എന്തായാലും യാനബി ചെല്ലിങ്ങാണ്ട് നടന്നാൽ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് മാറുമെന്ന് തൽസമാത്തിൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് ചെയ്യുക, യാനബി അല്ലേ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് മാറുമെന്ന്. ദുന്യാവിന് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ വേഗം ചെയ്തോളല്ലോ എഴുതിയിട്ട് പറഞ്ഞു തന്നെയാണ് ഞാൻ. തൽസമാത്തിലുണ്ട്, അത് ഇല്ലാത്ത പറഞ്ഞൊന്നല്ല. അങ്ങനെയാണ് നമുക്ക്. അങ്ങനെയാണ് ഒരു മോലിയർ. ഇപ്പോൾ ഇവിടെ ഒരു ഓഡിറ്റോറിയം, ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ ഒരു മോലിയർ വയത് പറയാണ്, പിന്നെ നോമ്പും ആരോഗ്യശാസ്ത്രവും ഒരു മോലിയർ. അപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയത്തിൽ വേറൊരു മോലിയർ വയത് പറയാണ്, നോമ്പും റയ്യാൻ എന്ന സ്വർഗത്തിന്റെ വാതിലും എന്ന് പറയുകയാണെങ്കിൽ നോമ്പും ആരോഗ്യശാസ്ത്രവും കേൾക്കാനേ നമ്മൾ പോവുള്ളൂ. നോമ്പ് റയ്യാൻ വാതിലും കേൾക്കാൻ പോവില്ല. അള്ളാഹ് വയറ് ശരിയാൻ വേണ്ടിയിട്ട് നോൻപ് വെൽക്കാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു തആല നോൻപ് വെൽക്കാൻ പറഞ്ഞതേ ലഅല്ലക്കും തത്തഖൂനാണ്. സൂറത്തുൽ ബഖറ 185 ആയത്ത്. അള്ളാഹു തആല വയറ് ക്ലിയർ ആവാൻ വേണ്ടി നോൻപ് വെൽക്കാൻ പറഞ്ഞിട്ടേ ഇല്ല. അള്ളാഹു തആല നോൻപ് വെൽക്കാൻ പറഞ്ഞിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖീങ്ങളാവാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ ആഖിറത്തിന്റെ കാര്യമൊക്കെ ഇങ്ങോട്ട് ദുന്യാവുക്കായി കിട്ടിയാൽ അൽഹംദുലില്ലാ നല്ല വയതായിരുന്നു കേട്ടോ എന്ന് പറയും. അതങ്ങനെ ശരിയല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ എന്തു വയതപ്പാ പറഞ്ഞതെന്ന് പറയും. നിങ്ങൾക്കൊന്നും തിരിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ അതന്നെ. അതുകൊണ്ട് എന്നിൽ നിന്ന് ആദരം വയതോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വയതുണ്ടല്ലോ ആയാതി പ്രതീക്ഷിച്ചാൽ മതി. തന്നെ സംഗതി. നിസ്കാരം യോഗയായി കിട്ടായിട്ട് ചിലർക്ക് വലിയ അടങ്ങാറാണ്. യോഗ ക്ലാസ്സിനൊക്കെ ഇപ്പോൾ കുറച്ച് പോകാൻ തുടങ്ങിയപ്പോൾ നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് എന്ന് ഇന്നാളൊരാൾ പറഞ്ഞു. യോഗന്റെ ക്ലാസ്സിനെ കുറച്ച് പോകാൻ തുടങ്ങിയപ്പോൾ നിസ്കാരത്തിന് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്. ഈ കോൺസെൻട്രേഷൻ എന്ന വാക്ക് ഏകാഗ്രത എന്ന മലയാള വാക്കിന്റെ ഇംഗ്ലീഷാണ്. ഏകാഗ്രത എന്ന് പറയുന്നത് തപസ് ചെയ്യാനുള്ള പരിശീലനമാണ്. അത് നിസ്കാരത്തിൽ ആവശ്യമുള്ള സാധനമല്ല. ഏകാഗ്രത തപസ്സിന്റെ പരിശീലനമാണ്. ഇസ്ലാം അവതരിപ്പിക്കുന്ന നിസ്കാരം തപസ്സല്ല. അതുകൊണ്ട് ആ പറയുന്ന സാധനം, ആ ഏകാഗ്രതയും ആ കോൺസെൻട്രേഷനും നിസ്കാരത്തിൽ ആവശ്യമുള്ളതല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുള്ള ഖുശൂ എന്നത് യോഗയിൽ പറഞ്ഞ കോൺസെൻട്രേഷനോ യോഗയിൽ പറഞ്ഞിട്ടുള്ള ഏകാഗ്രതയോ അല്ല. അങ്ങനെ വിചാരിച്ചവർക്ക് തെറ്റുപറ്റിയതാണ്. പഠിക്കണ്ടെന്ന് ഞാനിത് പറയണില്ല, എല്ലാം പഠിക്കൽ ആവശ്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതുകൊണ്ട് നിസ്കരിച്ചാൻ പറഞ്ഞത് ശ്വാസം നേരാവാനും അല്ല, നോൽമ്പ് വെൽക്കാൻ പറഞ്ഞത് വയറ് ക്ലിയർ ആവാനും അല്ല. നിസ്കരിക്കാൻ പറഞ്ഞതും മുത്തക്കിങ്ങളാവാനാണ്, നോൽമ്പ് വെൽക്കാൻ പറഞ്ഞതും മുത്തക്കി ആവാൻ വേണ്ടിയിട്ടാണ്, ഹജ്ജിന് പോകാൻ പറഞ്ഞതും മുത്തക്കി ആവാനാണ്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞതും മുത്തക്കി ആവാനാണ്. അതിലപ്പുറം ഒന്നുമില്ല. അത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ബാക്കി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല.